പാലക്കാട് കല്ലടിക്കോട് നിന്നാണ് ഈ വൈകുന്നേരം ഒരു ദുഃഖകരമായ വാർത്ത വരുന്നത്. 2 പേരെ അവിടെ ഒരു സ്കൂളിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. വെടിയേറ്റു മരിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് ഒരു തോക്ക് കണ്ടെടുത്തിട്ടുണ്ട്. മരുതൻകോട് സ്വദേശി ബിനു, നിതിൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ സ്കൂളിന് മുന്നിലാണ് മൃതദേഹങ്ങൾ കണ്ടിട്ടുള്ളത്. മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്നാണ് ഈ നാടൻ തോക്കും കണ്ടെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വെടിയേറ്റു മരിച്ചു എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. പ്രാഥമികമായും വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാൾ അവിടെ നിന്ന് ചേരുകയാണ്. പ്രജിത്ത്, 2 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വെടിയേറ്റാണ് മരണം എന്ന് വ്യക്തമാകുന്നു. ഇവർ തമ്മിൽ ഉള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണോ? എന്താണ് ഇത് സംബന്ധിച്ച് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം? രേണുക, ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് പാലക്കാട് കല്ലടിക്കോട് 3 ഏക്കർ സമീപമുള്ള മരുതൻകാടിലാണ് സംഭവം നടന്നത്. പ്രദേശത്ത് ഒരു സർക്കാർ സ്കൂളിന് സമീപത്ത് റോഡിൽ ബിനു മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബിനുവിനെയാണ് ആദ്യം കാണുന്നത്. സമീപത്ത് ഒരു നാടൻ തോക്കും കണ്ടെത്തി. നാട്ടുകാരാണ് ബിനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവം നടന്നതിന് തൊട്ടടുത്താണ് നിതിന്റെ വീട്. നാട്ടുകാർ ഇവിടെ എത്തി നോക്കിയപ്പോൾ നിതിൻ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബിനുവും നിതിനും അയൽവാസികളുമാണ്. ഇവർ 2 പേരും ടാപ്പിംഗ് തൊഴിലാളികളുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഇവർ തമ്മിൽ ലഹരി ഇടപാട് ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതിന്റെ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു. ഒരാളെ വെടിവെച്ച് മറ്റൊരാൾ സ്വയം വെടിവെച്ചതായിരിക്കും എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാവുന്നത്. പാലക്കാട് പോലീസ് മേധാവി സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അജിത് കുമാർ IPS ആണ് കല്ലടിക്കോട് 3 ഏക്കറിൽ എത്തിയിട്ട് കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. തീർച്ചയായും 2 മണിക്കൂർ മുമ്പാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് എന്നതാണ് പ്രജിത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്നും മനസ്സിലാകുന്നത്. ഒരാളെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഒരാൾ ആത്മഹത്യ ചെയ്തതാകാം എന്ന നിഗമനവുമുണ്ട്. പ്രജിത്ത്, ഈ സംഭവത്തിന് ദൃക്സാക്ഷികളൊന്നുമില്ലേ? പട്ടാപ്പകലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ഒരു സ്കൂളിന് സമീപമാണ്. മാത്രവുമല്ല, ഒരു റോഡിൽ മരിച്ച നിലയിലാണ് ഒരു വ്യക്തിയെ കാണുന്നത്. ഇത് ഒഴിഞ്ഞ സ്ഥലമാണോ? ഇതിന് ദൃക്സാക്ഷികളൊന്നുമില്ലേ? ഈ വിവരം പുറത്തറിയാൻ വൈകിയോ? എന്താണ് അത് സംബന്ധിച്ച് പോലീസ് പറയുന്ന വിവരങ്ങൾ? പോലീസും നാട്ടുകാരും പറയുന്നതനുസരിച്ച് സമീപ പ്രദേശം ഒരു വനമേഖലയാണ്. അവിടെ ആളുകൾ, ജനവാസ മേഖല വളരെ കുറവാണ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്കൂൾ. പക്ഷേ സ്കൂളിൽ നിന്നും കുറച്ച് ദൂരത്ത് ഏകദേശം ഒരു 500 മീറ്ററോളം സമീപത്താണ് മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നത്. മൃതദേഹം ഒരു ചെറിയ പഞ്ചായത്ത് റോഡ് പോലെയുള്ള ചെറിയ റോഡാണ്. ആ റോഡിലാണ് മൃതദേഹം കിടക്കുന്നുണ്ടായിരുന്നത്. അതുവഴി വന്ന ആളുകളാണ് ഈ മരിച്ചു കിടക്കുന്നത് കണ്ട് കല്ലടിക്കോട് പോലീസിൽ അറിയിക്കുന്നത്. രേണുക, ആ റോഡിൽ രക്തം വാർന്ന നിലയിലാണ് ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. അപ്പോൾ ഏറെ നേരം അവിടെ വെടിയേറ്റതിന് ശേഷം മൃതദേഹം കിടന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ലഹരി ഇടപാട് എന്നത് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നുണ്ടോ? അത്തരമൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികളാണോ ഇവർ? നാട്ടുകാർ എന്താണ് ഇവരെക്കുറിച്ച് പറയുന്നത്? ഈ 2 പേരും ഒരു വീടിന് മുന്നിലാണല്ലോ മരിച്ചു കിടക്കുന്നത്. ഈ 2 പേരും അടുത്തടുത്തുള്ളവരാണ് എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരുന്നോ? എന്തെങ്കിലും തർക്കം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ? അതിന്റെ സ്ഥിരീകരണമുണ്ടോ? ഇവർ ലഹരി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നത് നാട്ടുകാരുടെ സംശയം മാത്രമാണ്. പോലീസ് അത്തരത്തിൽ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല രേണുക. അതുമാത്രമല്ല, ഇവർ ടാപ്പിംഗ് തൊഴിലാളികളാണ്. ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകാൻ എന്താണെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ രേണുക. ശരി, എന്തായാലും എന്താണ് ഈ അക്രമം? ഒരാളെ വെടിവെച്ച് കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തിരിക്കാം എന്നതാണ് ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങൾ. 2 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തിരിക്കുന്നത്. 3 ഏക്കർ മരുതൻകാട് സ്വദേശികളാണ് മരിച്ചത്. ബിനുവും നിതിനും ഇവർ സുഹൃത്തുക്കളാണ്, അയൽവാസികളുമാണ്. എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ടാപ്പിംഗ് തൊഴിലാളികളാണ്. ഇവർക്കിടയിൽ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ട് എന്ന് നാട്ടുകാർ അല്ലെങ്കിൽ സമീപവാസികളുടെ സംസാരത്തിൽ നിന്നാണ് അത്തരമൊരു സൂചന ലഭിക്കുന്നത്. പക്ഷേ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ ഇത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും നാടിനെ നടുക്കുന്ന സംഭവമാണ്. 2 പേർ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതൊരു സ്കൂളിന് 500 മീറ്റർ അകലെയാണ്. രക്തം വാർന്ന നിലയിലാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമായിരിക്കും എന്താണ് ഈ കൊലപാതകത്തിലേക്കും പിന്നീട് ആത്മഹത്യയിലേക്കുമൊക്കെ നയിച്ച കാരണങ്ങൾ. ഒരുപക്ഷെ ഇനി വേറെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരിക.